വിലക്കപ്പെട്ട പ്രണയം ഭാഗം 35. ആ കുറച്ചു സമയം കഴിഞ്ഞതും ഹരിയുടെ വേദനയോടെയുള്ള ശബ്ദവും എന്തോ നിലത്തേക്ക് വീഴുന്നത് പോലെയുള്ള ഒരു ശബ്ദവും ഒരുപോലെ കേട്ടപ്പോൾ ആമി മുറിയിലേക്ക് ഓടി. നോക്കുമ്പോൾ കാണുന്നത് താഴെ വീണ് കിടക്കുന്ന ഹരിയെയാണ്. അയ്യോ, ഇതെന്ത് ചെയ്തതാണ്? ആമി വേഗം തന്നെ അവനെ ഉയർത്തി തറയിൽ തന്നെ ഇരുത്തി. നോക്കുമ്പോൾ അവൻ്റെ കാലിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അതെവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയപ്പോൾ കാൽപാദത്തിലായി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. അയ്യോ, ഇതൊരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതെവിടെ കൊണ്ട് മുറിഞ്ഞതാണ്? മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ആമി ആകുലതയോട് ചോദിച്ചു. അത് ആ കട്ടിലിൻ്റെ അരികിലായിട്ടൊരു ആണി ഉണ്ടായിരുന്നു, അതിൽ കൊണ്ടതാണെന്ന് തോന്നുന്നു. വേദനയോടെയുള്ള ശബ്ദത്തിൽ ഹരി പറഞ്ഞതും ആമി കട്ടിലിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ കാലിൻ്റെ താഴത്തെ വശത്തായി ഒരാണി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാല് വേദനിക്കുന്നുണ്ടോ? ഇല്ല, കാലിലെ മുറിവിൻ്റെ വേദനയൊന്നും അറിയുന്നില്ല. പക്ഷേ വീണപ്പോൾ ശരീരമാകെ ഒരു വേദന. അതിന് ആമി ഒന്നും മൂളി. താഴെ നിന്ന് ഹരിയെ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത് ആമിക്ക് അത്യാവശ്യം പാടുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഹരിക്ക് അധികം ഭാരമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടുകൂടി ആമിക്ക് അവനെ മുകളിലേക്ക് എടുത്ത് ഉയർത്താൻ കഴിഞ്ഞു. ഒരു തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ മുറിവെല്ലാം തുടച്ച് വൃത്തിയാക്കി അത് കെട്ടിക്കൊടുത്തു. അപ്പോഴും രക്തം നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ട് വല്ല ഓട്ടോറിക്ഷയും കിട്ടുമോയെന്ന് നോക്കട്ടെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. മുറിവിൽ നിന്ന് രക്തം വരുന്നത് നിൽക്കുന്നില്ല. അത് പറഞ്ഞ് അവൾ മുറ്റത്തേക്കിറങ്ങി. പക്ഷേ ഓട്ടോറിക്ഷയൊന്നും കിട്ടുന്നില്ലായിരുന്നു. വീട്ടിൽ കാറുണ്ട്, പക്ഷേ അത് ഓടിക്കുന്ന ഡ്രൈവറെ അമ്മയ്ക്ക് അറിയാവുന്നതായിരുന്നു. പക്ഷേ എന്താ ഇപ്പോൾ ചെയ്യുക? നിരാശയോടെ ആമി തിരികെ വന്നപ്പോൾ ഹരി തന്നെ ഡ്രൈവറെ വിളിച്ചു. ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർ മുറിവിന് സ്റ്റിച്ചിട്ടു. 5 സ്റ്റിച്ചാണ് ഇട്ടത്. മുറിവ് നല്ല രീതിയിൽ ആഴത്തിലുള്ളതായതുകൊണ്ട് തന്നെ പൊറുക്കാൻ ടൈം എടുക്കും. അതിനനുസരിച്ച് നല്ല രീതിയിൽ മുറിവ് നോക്കണം എന്നുകൂടി ഡോക്ടർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് താഴെ വീണത്? തിരികെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആമി അവനോട് ചോദിച്ചു. ഞാൻ അവിടെ കട്ടിലിൽ ചാരിയിരുന്നതാണ്, പക്ഷേ പെട്ടെന്ന് കൈ തെറ്റിപ്പോയി. അപ്പോൾ നേരെ താഴേക്ക് വീണു. അത്രമാത്രം പറഞ്ഞ് അവന് വേണ്ട മരുന്നുകളൊക്കെ എടുത്തു കൊടുത്ത് ആമി പുറത്തേക്കിറങ്ങി. അവനോട് സംസാരിക്കുമ്പോൾ ആമി അല്പം ഗൗരവത്തിൽ തന്നെയാണ് സംസാരിക്കാറുള്ളത്. എങ്കിലും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് സമാധാനമായിട്ട് എന്തെങ്കിലും തിരിച്ചു പറയുന്നത്. അല്ലെങ്കിൽ കടിക്കാൻ വരുന്നത് പോലെയാണ് എന്തെങ്കിലും അവനും മറുപടി പറയുക. ഇതിപ്പോൾ ഇളയമ്മയുടെയും മകളുടെയും ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞതിൽ നല്ല രീതിയിൽ ഹരിക്ക് സങ്കടമായിട്ടുണ്ട് എന്നുള്ളത് അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. എങ്കിലും ഈയൊരു കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ആമി തൻ്റെ യഥാർത്ഥ സ്വഭാവം തന്നെ അവനോട് തുടർന്നു. ഈയൊരു സംഭവത്തിന് ശേഷം ഹരി നല്ല രീതിയിൽ ഒതുങ്ങിപ്പോയിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഭാമ കൊണ്ടുവന്ന് കൊടുത്തിരുന്ന ചെറിയ രീതിയിലുള്ള മയക്കുമരുന്നുകളിൽ നിന്നും ഹരി പതിയെ അകന്നു പോകാൻ തുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ അവനത് നല്ല ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പിന്നീട് അതുമായി അവൻ സ്വയം പൊരുത്തപ്പെട്ടു. ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ഹരി ഓരോ ദിവസം കഴിയും തോറും പഠിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വില്ലനായി വന്നത് അന്ന് കാലിൽ വന്ന മുറിവായിരുന്നു. എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റിച്ച് എടുത്തിട്ട് ഒന്നും ആ മുറിവ് പൊറുക്കുന്നില്ലായിരുന്നു. വീണ്ടും പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഹരിക്ക് ഷുഗർ ലെവൽ അല്പം കൂടുതലാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ മുറിവുണങ്ങാൻ ഒരുപാട് കാലതാമസം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുവരെ മുറിവ് നല്ല രീതിയിൽ പരിപാലിച്ച് ഡ്രസ്സ് ചെയ്ത് കെട്ടിവെച്ച് തന്നെ സൂക്ഷിക്കണം. ഓരോ ദിവസങ്ങളിലും തൻ്റെ കാലിലെ മുറിവിനെ നല്ല രീതിയിൽ വൃത്തിയാക്കി തൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആമിയോട് ദിവസങ്ങൾ കഴിയും തോറും അവനൊരുതരം ആരാധന തോന്നി തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും അവൻ്റെ ഉള്ളിൽ താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെയെല്ലാം കുറ്റബോധം തിങ്ങി നിറഞ്ഞു. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഇപ്പോൾ ഈ കിടപ്പിൽ വരെ താൻ ചെയ്ത ഓരോ തെറ്റുകളും അവൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. സ്വന്തം അച്ഛനോടും അമ്മയോടും കൂട്ടുകാരോടും കോളേജിൽ പഠിച്ചിരുന്നവരോടും ഒക്കെ താൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഭൂമിയിൽ തന്നെ നമ്മളെല്ലാവരും അനുഭവിച്ച് തീർത്താണ് മരിക്കുന്നത് എന്നത് സത്യമാണ്. കാരണം താൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ഇനിയുള്ള കാലം മുഴുവനും ഇങ്ങനെ വീൽചെയറിലും കട്ടിലിലുമായി തൻ്റെ ജീവിതം മുഴുവൻ കഴിയാനുള്ള വിധി തനിക്ക് വന്നു കിട്ടിയത്. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹരിയിൽ ഒരുതരം ഡിപ്രഷനാണ് കടന്നുകൂടിയത്. സംസാരിക്കാൻ ആരുമില്ല. അല്പനേരം ഒന്ന് സമാധാനിപ്പിക്കാനോ സാന്ത്വനിപ്പിക്കാനോ ആരുമില്ല. അങ്ങനെ ഓരോ ചിന്തകൾ അവനിൽ നിറഞ്ഞു നിന്നു. അവൻ്റെ ഉള്ളിൽ അമ്മയുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. തൻ്റെ കാര്യങ്ങൾ അത്രയും കൃത്യമായി ചെയ്തു തന്നിരുന്ന അമ്മ. എന്നിട്ടും താൻ ആ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചു. സ്നേഹം അഭിനയിച്ചിരുന്നവരുടെ പിന്നാലെ പോയി. പതിയെ പതിയെ ഹരി ഒതുങ്ങിപ്പോയിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ഇളയമ്മയും ഭാമയും പിന്നീട് വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇനി അവർ വന്നാൽ തന്നെ അകത്തേക്ക് കയറ്റില്ലെന്ന് ആമി ഹരിയോട് തന്നെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ആമി, ഒരിക്കൽ അവൻ്റെ കാലിലെ മുറിവ് തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആമിയെ അവൻ വിളിച്ചു. ആമി മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. തനിക്ക് എന്നോട് ദേഷ്യമാണല്ലേ? ഇല്ല. ഒറ്റ വാക്കിൽ തന്നെ അവൻ്റെ ചോദ്യത്തിന് ആമി മറുപടി കൊടുത്തിരുന്നു. പിന്നെ? ദേഷ്യം, സ്നേഹം, പ്രണയം, സഹതാപം അങ്ങനെ ഒന്നുമില്ല എനിക്ക് നിങ്ങളോട്.
ഇതൊക്കെ ഉണ്ടാണെങ്കിൽ നമ്മളോട് അല്പമെങ്കിലും അടുത്തുള്ളവരായിരിക്കണം. നിങ്ങൾ എനിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോടില്ല. ആമി തൻ്റെ കാര്യം വ്യക്തമായി തന്നെ അവനോട് തുറന്നു പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടതും അവൻ്റെ നെഞ്ചിൽ സൂചി കൊണ്ട് കുത്തിയതുപോലെ ഒരു വേദന. എങ്കിലും അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനത് വിട്ടുകളഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും ഹരിയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു. മുറിവുണങ്ങാതെ തന്നെ വന്നതും ഡോക്ടർ കാലിൻ്റെ പാദം മുതൽ മുറിച്ചു കളയണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഹരി അതിന് ശക്തമായിട്ട് തന്നെ എതിർത്തു. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന നിലപാടായിരുന്നു അവന്. ആമിയും അവനെ അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അവനത് സമ്മതമല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. അവന് സമ്മതമല്ലാത്തൊരു സ്ഥിതിക്ക് അതെന്തായാലും നിർബന്ധിച്ച് ചെയ്യുവാനും കഴിയില്ല. ഹരിയുടെ ഈ ഭാവമാറ്റങ്ങളും സ്വഭാവത്തിലെ വ്യത്യാസങ്ങളുമൊക്കെ ആമി ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കണ്ടതായി ഭാവിച്ചില്ല. കാരണം അവളുടെ ഉള്ളിൽ ഹരിയുടെ പഴയ രൂപം അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. പോരാത്തതിന് അവൻ താൻ വന്ന ദിവസങ്ങളിൽ തന്നോട് കാണിച്ച ക്രൂരതകളും തന്നെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചതുമൊക്കെ അവളുടെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാത്തിലുപരി അവൻ സ്വന്തം അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ചതുമൊക്കെ അവളുടെ മനസ്സിൽ മായാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് അവനോട് സ്നേഹത്തോടെ പെരുമാറാൻ അവളെക്കൊണ്ട് കഴിയുന്നില്ലായിരുന്നു എന്നതാണ് സത്യം. ശരീരമാകെ ക്ഷീണിച്ച് ഹരി ആകെ മോശ അവസ്ഥയിലേക്ക് എത്തിപ്പോയിരുന്നു. അങ്ങനെയുള്ളൊരു ദിവസം ഹരി ആമിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവളുടെ കൈ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് ആ കൈവെള്ളയിൽ അമർത്തി ചുംബിച്ചു. അടുത്ത നിമിഷം തന്നെ ആമി ആ കൈകൾ വലിച്ചെടുത്തിരുന്നു. ഒരിക്കലും ഈ ഒരു ചുംബനം തെറ്റായ രീതിയിൽ കാണരുത്. ഇതെൻ്റെ നന്ദിയാണ്. ഇത്രയും നാളും എന്നെ നല്ല രീതിയിൽ നോക്കിയതിന്, എൻ്റെ അമ്മയെ നോക്കിയതിന്, എല്ലാത്തിനുമുള്ള നന്ദി. ഇതുപോലൊരു ചുംബനമോ സ്നേഹത്തോടെയുള്ളൊരു വാക്കോ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ തനിക്കിപ്പോൾ ഇങ്ങനെയൊരു ചുംബനം നൽകുന്നത്. തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആമി അത് പറഞ്ഞു നിർത്തിയതും എബി ഇടയിൽ കയറി ചോദിച്ചു. ആമി അതിന് തലയാട്ടി. തനിക്ക് ഹരിയോട് ഇപ്പോഴും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ക്ഷമിച്ചതാണ് ഞാൻ. എൻ്റെ കൈവെള്ളയിൽ ചുംബിച്ചുകൊണ്ട് ആ വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു ക്ഷമിച്ചതാണ്. എങ്കിലും ആളെ മനസ്സുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആമി പറഞ്ഞതും എബി അതിനൊന്ന് തലയാട്ടി. അപ്പോൾ ആ മുറിവ് കാരണമാണോ ഹരി മരണപ്പെട്ടത്? ഒരു കണക്കിന് പറഞ്ഞാൽ അതെ. ആ കാല് മുറിച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും അയാൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ. പക്ഷേ ആ സമയത്തുള്ള അയാളുടെ ഒരുതരം വാശി കൊണ്ട് സ്വന്തം ജീവൻ തന്നെ അയാൾക്ക് നഷ്ടമായി. പക്ഷേ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിച്ചാൽ അയാളോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണോടോ. ഇന്ന് ഞാൻ, നാളെ നീ എന്നാണ്. അതുകൊണ്ട് ക്ഷമിച്ചും പുറത്തുമൊക്കെ പഠിക്കണം. ആമി അവനോട് അങ്ങനെ പറഞ്ഞതും വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ അവളെ ഉപദേശിക്കുന്ന കണക്ക് എബി ആമിയോട് പറഞ്ഞതും ആമി അവനെ ഒന്ന് മുഴുവനായിട്ട് ശരിക്കൊന്ന് നോക്കി. എങ്കിലൊരു കാര്യം ചെയ്, സാറ് ചെറിയ മമ്മിയോട് ക്ഷമിച്ചും പുറത്തുമൊക്കെ ഇരിക്കുക. ഒന്നുമില്ലെങ്കിലും പ്രായമായവരല്ലേ. തമാശ കലർത്തി അവനെ കളിയാക്കുന്ന രീതിയിലാണ് ആമി അത് പറഞ്ഞത്. എടോ, താൻ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കിട്ട് തന്നെ താങ്ങല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഹരി തന്നോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ക്ഷമിക്കായിരുന്നു. പക്ഷേ ചെറിയ മമ്മി ഇതുവരെ എന്നോട് ക്ഷമ ചോദിച്ചിട്ടുമില്ല. ഇനി ഒരിക്കലും ആത്മാർത്ഥമായിട്ട് അങ്ങനെ ക്ഷമ ചോദിക്കുകയില്ല. നെറ്റിയിലൊന്ന് അടിച്ചുകൊണ്ട് എബി പറഞ്ഞതും ആമി ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ടതും ഇത്രയും നേരം അവളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അവൾക്ക് മനസ്സിൽ അല്പം ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ട് എന്നവന് മനസ്സിലായി. ഇനി പോയി കിടക്കാൻ നോക്ക്. നാളെ രാവിലെ നാട്ടിലേക്ക് പോകേണ്ടതല്ലേ? എബി പറഞ്ഞതും വേണ്ടാവർത്തിച്ചാണെങ്കിലും ആമി മുറിയിലേക്ക് നടന്നു. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടറിയാം. രാവിലെ എഴുന്നേറ്റ് ആമി മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എബിയും രാവിലെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആമി കൂടി പോയാൽ താൻ ഒറ്റയ്ക്കായി പോകുമെന്നൊരു ചിന്ത മുത്തശ്ശിയിലുണ്ടായിരുന്നു. അത് മുത്തശ്ശി ആമിയോട് തുറന്നു പറയുകയും ചെയ്തതാണ്. പക്ഷേ പോകാതിരിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ആമി അത് കേട്ടിരുന്നതേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞതും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ആമി ഇറങ്ങി. എബിയും അതേ സമയം തന്നെയാണ് പോകാനായി ഇറങ്ങിയത്. ആമി അപ്പോഴേക്കും ഇറങ്ങി റോഡിലേക്ക് നടന്നിരുന്നു. എബി കാറുമായി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നടന്നു പോകുന്ന ആമിയെ കാണുന്നത്. കാറ് പാർക്ക് ചെയ്ത് അവളോട് കയറാൻ പറഞ്ഞിട്ടും ആമി മടിച്ചു നിന്നു. എങ്കിലും അവൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ കാറിലേക്ക് കയറി. താനെന്തിനാ എൻ്റെ കൂടെ വരാൻ ഇത്രമാത്രം താല്പര്യക്കുറവ് കാണിക്കുന്നത്? താല്പര്യക്കുറവൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ്. ആടിനെ കണ്ട ആനയാണെന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയാകുമ്പോൾ വെറുതെ വണ്ടിയിലൊക്കെ കയറി വെറുതെ അവർക്കൊരു ചർച്ചാ വിഷയമാകുന്നത് എന്തിനാണെന്ന് കരുതിയിട്ടാണ്. പിന്നെ മാഡം എന്തിനാണ് ഇപ്പോൾ കാറി കയറിയത്? അല്ല, അങ്ങനെ എപ്പോഴും നാട്ടുകാരെക്കുറിച്ച് ചിന്തിച്ചിരുന്നാലേ നമുക്കതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ഓ, ഇപ്പം താനായി. നേരത്തെ തൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേരാത്തൊരു തീരുമാനമായിരുന്നു പറഞ്ഞത്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ എബി അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് തമാശയോടെ തിരികെ പറഞ്ഞു. അവിടെ പോയി കഴിയുമ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമായതുമായിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ കാണേണ്ടി വരും അല്ലേ?
കാണേണ്ടി വരും. അവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടോ തനിക്ക്? മടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി ഒരിക്കലും ജീവിതത്തിൽ അവരെയൊന്നും കാണരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് എല്ലാം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണ് കേട്ടോ. അവൾ പറഞ്ഞു നിർത്തിയതും എബി അങ്ങനെ പറഞ്ഞതും ആമി അവനെ സംശയത്തോടെ നോക്കി. ഇത്ര നാളും തൻ്റെ കാര്യങ്ങളെല്ലാം അവനോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അവൻ അവൻ്റേതായ ജീവിതമോ അവൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യമോ പോലും തന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ സ്വന്തം ജീവിതത്തെ ഉപമപ്പെടുത്തി ഒരു കാര്യം തന്നോട് പറയുന്നത് പോലും. അതെന്താ സാറിപ്പോൾ അങ്ങനെ പറഞ്ഞത്? അതവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ താൻ അംഗീകരിക്കുമോ? യെസ് പറയ്. തൻ്റെ ഈ സാറ് വിളി ഒന്ന് നിർത്താൻ പറ്റുമോ? അല്ലാതെ പിന്നെ ഞാനെന്ത് വിളിക്കാനാ? തനിക്കെൻ്റെ പേര് വിളിക്കാമല്ലോ. പെട്ടെന്ന് അങ്ങനെ വിളിച്ച് ശീലിച്ചത് മാറ്റാൻ പറയുമ്പോൾ ഞാൻ നോക്കട്ടെ. എന്നാലും ഇടയ്ക്ക് ചിലപ്പോൾ ആ വിളി തന്നെ കയറി വന്നേക്കും. വിളിച്ച് ശീലമായതല്ലേ. എങ്കിലും പേര് വിളിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. സത്യം പറയാമല്ലോ, തൻ്റെ ജീവിതം ഫുള്ള് ട്രാജഡി ആണെങ്കിലും താൻ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. എബി ചിരിയോടെ പറഞ്ഞതും ആമിയും അവൻ്റെ സംസാരത്തിൽ ചിരിച്ചുപോയി. എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടേക്ക്, ഞാൻ അവിടെ നിന്ന് ബസ്സിൽ പോയിക്കോളാം. പോയി ബസ് സ്റ്റാൻഡ് എടുക്കാറായപ്പോൾ ആമി അവനോട് പറഞ്ഞു, ഇത്രയും ദൂരം ഒരുമിച്ച് യാത്ര ചെയ്യാമെങ്കിൽ ഇവിടുന്ന് എറണാകുളം വരെ പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ എന്തായാലും ഞാൻ അവിടെ വരെ പോവാണ്, താനും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ രണ്ടുപേരും രണ്ടു വഴിക്ക് ബോറടിച്ച് പോകുന്നതിലും നല്ലത് ഒരുമിച്ച് നല്ല ജോളിയായിട്ട് പോകുന്നതല്ലേ. ബസ് സ്റ്റാൻഡിൽ നിർത്താതെ വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് എബി പറഞ്ഞതും ആമി പിന്നെ അതിലെതിരഭിപ്രായം ഒന്നും പറയാൻ നിന്നില്ല. ഇന്നലെ അവൻ ചോദിച്ചപ്പോൾ എടുത്തടിച്ച് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അവൻ്റെ കൂടെ പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് ചിന്തിച്ചതാണ്. ഇന്ന് ഒരു തവണ കൂടി അവൻ തന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടെ പോകാമെന്ന് കരുതിയതാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ അതിൽ കൂടുതൽ തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി ആമിക്ക്. ഏകദേശം 3 മണിക്കൂറിലധികം യാത്രയുണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്ന് അങ്ങനെ സംസാരിച്ചൊക്കെ പോകുന്നത് കൊണ്ട് ബോറടിച്ചില്ല. താൻ എന്താ കല്യാണം കഴിക്കാത്തത്? കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ആമി എന്തോ ഒരു ഉൾപ്രേരണയിൽ വെറുതെ അവനോട് ചോദിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എബിയുടെ കാലുകൾ ബ്രേക്കിലൊന്ന് അമർന്നുപോയി. പെട്ടെന്ന് അവൻ ബ്രേക്കിട്ടപ്പോൾ ആമി ഒന്ന് മുന്നിലേക്ക് ആഞ്ഞുപോയി. അവളുടെ കണ്ണുകളും മിഴിഞ്ഞുപോയി. അവൾ അതേ മുഖത്തോടെ തന്നെ അവനെ ഞെട്ടലോടെ നോക്കി. എന്താ? ഒന്നുമില്ല, പൂച്ച വട്ടം ചാടിയതാ. അല്പം വെപ്രാളത്തോടെ അവൻ പറഞ്ഞതും ആമി മുന്നിലേക്ക് നോക്കി. നേരത്തെ അവനെ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് കൊണ്ട് തന്നെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നവൾ ശ്രദ്ധിച്ചതും ഇല്ലായിരുന്നു. അവൻ പൂച്ചയെന്ന് പറഞ്ഞതും മുന്നിലേക്ക് നോക്കിയപ്പോൾ അരികിലൂടെ ഒരു പൂച്ച ഓടിപ്പോകുന്നതും കണ്ടു. ഞാനിപ്പോൾ അറ്റാക്ക് വന്ന് ചത്തേനെ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആമി ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അതിന് എബി മങ്ങിയ രീതിയിലുള്ളൊരു ചിരി ചിരിച്ചുകൊണ്ട് പിന്നെയും അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തു. ചോദിച്ചത് പറ, താൻ എന്താ ഇത്രയും നാളായിട്ടും കല്യാണം കഴിക്കാതിരുന്നത്? പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ല. അത് വെറുതെ പറയുന്നതാണ്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മുത്തശ്ശി നല്ല അടിപൊളി പെണ്ണുങ്ങളെ നിരത്തി നിർത്തും. അപ്പോൾ പറ്റിയ ഒരാളെ കിട്ടിയില്ലെന്ന് പറയുന്നത് വെറുതെ അല്ലേ? ആമി അവനെ കണ്ണു ചുരുക്കി നോക്കി. എടോ, ലോകത്തൊരു 10,000 പെണ്ണുങ്ങളുണ്ടെങ്കിലും നമുക്ക് പറ്റിയ പെണ്ണ് വേണ്ടേ നമുക്ക് കൂടെ കൂട്ടാൻ? നമ്മുടെ ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ ചിലവാക്കേണ്ടതല്ലേ? അപ്പോൾ ഈ മാട്രിമോണി വഴിയും അറേഞ്ച് മാരേജ് വഴിയൊക്കെ ഒരാളെ സെലക്ട് ചെയ്യുന്നതിലും നല്ലത് നമുക്കിഷ്ടപ്പെട്ട ഒരാളെ, മനസ്സിന് ചേർന്ന ഒരാളെ നമ്മളായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതല്ലേ? എങ്കിലും ഇത്രയും വലിയൊരു ബിസിനസ്സുകാരന് ഇതുവരെ സ്വന്തം മനസ്സിനിഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് നുണയല്ലേ? ആമി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. താൻ ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ പകുതി നുണയുണ്ടെന്ന കാര്യം താൻ കണ്ടുപിടിച്ചു. എല്ലാം പറയാം, സമയാവട്ടെ. എബി നേരത്തെ ഒരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. അവൻ ഇപ്പോൾ പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് ചോദിച്ച് അവൾ അവനെ ബുദ്ധിമുട്ടിച്ചതുമില്ല. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും നന്നായി വിശന്നിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നതെങ്കിലും ഒരുപാട് നേരം അങ്ങനെ യാത്ര ചെയ്തപ്പോഴേക്കും വീണ്ടും വിശപ്പ് തുടങ്ങി. നല്ല വിശപ്പായതും പോകുന്ന വഴിയുള്ള ഒരു കടയിൽ കയറി രണ്ടുപേരും വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും യാത്ര തിരിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.